വിശുദ്ധ മദ്ബഹായിലേക്ക് ശുശ്രൂഷക്കാരുടെ കൈവപ്പ് ശുശ്രൂഷ ഇപ്പോൾ നൽകി മദ്ബഹായിക്കകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. കർത്താവിൻ പ്രിയ മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് സ്വർഗസിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെയും വിശുദ്ധ ഏവങ്കേലിയുടെയും മധ്യസ്ലീബായുടെയും വിശുദ്ധ സഭയുടെ മുമ്പാകെയാണോ എന്ന് തിരിച്ചറിയുക. വിശുദ്ധ ആലയത്തിലെ ശുശ്രൂഷ, അതായത് മാലാഖമാർക്കടുത്ത ദൈവിക ശുശ്രൂഷകൾക്കായി നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം ഉത്കൃഷ്ടവും ധന്യവുമാകുന്നു. ആയത് മന്മയരായ മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുള്ള ഭാഗ്യവും ഉന്നത പദവിയുമാകും. ആകയാൽ അഗ്നിക്കടുത്ത ഈ ശുശ്രൂഷയെ പറ്റി നിങ്ങൾ അറിവുള്ളതായിരിക്കണം. അശ്രദ്ധയോടുകൂടി അഗ്നിയോട് അടുക്കുന്നവർ ദഹിച്ചു പോകുമെന്ന് സൂക്ഷ്മതയോടെ അതിനെ കൈകാര്യം ചെയ്യുന്നവൻ അതിൽ കൂടി നന്മ അനുഭവിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. ആകയാൽ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന ദൈവിക ശുശ്രൂഷ ശുഷ്കാന്തിയോടുകൂടി നിർവഹിക്കണം. ഭയഭക്തിയോടും ദൈവിക സാന്നിധ്യ ബോധത്തോടും കൂടി വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുകയും പെരുമാറുകയും ചെയ്യണം. മടിയോ ഉദാസീനത ഉണ്ടാകരുത്. നിന്റെ ഹൃദയം സദാ ദൈവത്തിന് സമർപ്പിതമായിരിക്കണം. അഹങ്കാരവും അലക്ഷ്യവുമായ ദൈവ ശുശ്രൂഷയ്ക്ക് തുനിയുന്നത് ശിക്ഷാർഹവും ആരാധകരെ ദൈവിക ചിന്തയിൽ നിന്ന് അകറ്റിക്കളയുന്നതിന് ഇടയാക്കുന്നതുമാണെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങൾ ശുഷ്കാന്തിയുള്ളവരും സൂക്ഷ്മതയുള്ളവരും ജാഗ്രതയുള്ളവരുമായിരിക്കണം. വിശുദ്ധ ത്രോണോസും മദ്ബഹായും മറ്റു വെടിപ്പായി സൂക്ഷിക്കുന്നതിനും ആരാധന ക്രമമായും ചിട്ടയായി നടത്തുന്നതിനും നിങ്ങളുടെ സഹായം ഉണ്ടായിരിക്കണം. അപ്പോൾ പട്ടക്കാരന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊള്ളണം. ദൈവത്തിന് കൊള്ളാവുന്നവരും മനുഷ്യരിൽ നിന്ന് നല്ല സാക്ഷ്യം നേടുന്നവരും ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യരുമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ റൂഹ നിങ്ങളെ ശുദ്ധീകരിച്ച് പൂർണ്ണനാക്കുകയും ദുഷ്ടാത്മാക്കളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പിതാവിനും തന്നെ പരിശുദ്ധ റൂഹായി സ്തുതിയേറ്റാം. ഞങ്ങളുടെ ദൈവമായ വിശ്വാതപരാനെ നിന്റെ മഹിമാസനത്തിന് മുമ്പാകെ വണങ്ങി നിന്റെ ദൈവിക ദാനങ്ങൾക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ മക്കളെ വെടിപ്പും വിശുദ്ധിയുമുള്ള നിന്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്കായി സ്വീകരിച്ചു ചേർക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദാസ നിന്റെ ഇഷ്ടത്തിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്ന നിർമ്മല കുഞ്ഞാടുകളായി തീരുവാൻ ബലപ്പെട്ട് ഇതിൽ നിന്ന് ജ്ഞാനം നേടി മാലാഖമാടകണങ്ങളോടൊന്നിച്ച് നിന്നെ ശുശ്രൂഷിക്കുമാറാണമേ. കൽപ്രാകാരങ്ങൾ മോഹിച്ച് ഞാൻ കേഴുന്നു, നിൻ പ്രാകാരങ്ങളിൽ ഒരു നാൾ നാഥാലേ ലുയ്യോ ഹാലേ ലുയ്യ. ആയിരം അന്യദിനത്തേക്കാൾ ശ്രേഷ്ഠം ബാറക് ശുഭഹോല ബോല ബറോല റൂഹോ കാദീശോ അഖിലത്തിലും ഉപരിസ്ഥിതനാം ഗൂഢസ്ഥൻ സകലേശ്വരനെ വിണ്ണിൻ സേവകരനവരതം ചേരോട് ശുശ്രൂഷിക്കുന്നു. അവനെ സ്തുതി ചെയ്താൽ ബാല ജാതികൾ അവനെ വാഴ്ത്തട്ടെ. അഖിലരും അവനുടെ തിരുനാമം സതതം വാഴ്ത്തി പാടട്ടെ. നമ്മെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും നിത്യയോട് ആദരിപ്പിക്കുവാനുടെ തമ്പുരാനെ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകണമേ. ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യകുലത്തെ സൃഷ്ടിക്കുകയും ഭൂമിയെ നിർമ്മിച്ച് അലങ്കരിക്കുകയും വീണുപോയ മനുഷ്യന്റെ ആദ്യം രക്ഷിച്ചുയർത്തുകയും ചെയ്ത കൃപാലുവായ ദൈവത്തിന്റെ സ്തുതി. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെടുകയും നിന്റെ ശുശ്രൂഷയ്ക്ക് നിർമ്മലതയോടെ അടുത്തു വരുവാൻ നിന്നാൽ യോഗ്യത പ്രാപിക്കുകയും ചെയ്ത മനുഷ്യൻ മൂലം ഭൂമി നിന്നെ ആരാധിക്കുന്നു. നിന്റെ ജനത്തെ വഴി നടത്തുവാൻ പിതാക്കന്മാരെ ഗുരുക്കന്മാരെ ശുശ്രൂഷയെ ഏൽപ്പിക്കുന്നു. നിന്റെ ആലയത്തിലെ ശുശ്രൂഷിക്കാൻ നിന്റെ ദാസരെ വേർതിരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഉടയ തമ്പുരാനയുടെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു.
സമർത്ഥനുമായ ദൈവതമ്പുരാനെ പരിശുദ്ധ സഭയെ നീ സ്ഥാപിച്ച് ക്രമീകരിച്ചു. ശുശ്രൂഷാസ്ഥാനികളെ നീ വിളിച്ച് നിയോഗിക്കുന്നു. ദൈവമായ കർത്താവേ, ദാസനെ നീ വിശുദ്ധീകരിച്ച് നിർമ്മലമായ ശുശ്രൂഷ നിന്റെ ആലയത്തിൽ നിർവഹിക്കുവാനുള്ള കൃപാദാനം ഈ മക്കൾക്ക് കൊടുക്കണമേ. ജ്ഞാനത്തോടും വിവേകത്തോടും ദൈവവചനത്തെ വായിച്ച് ധ്യാനിപ്പാൻ വരുന്നവർക്ക് ബുദ്ധിയും പ്രാപ്തിയും കൊടുക്കണമേ. ഭയഭക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശക്തീകരിക്കണമേ. ഇവരുടെ പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. ഇതിന് മഹത്വം കാണുവാൻ ഇവരുടെ ഉത്കണ്ഠകളെ തുറക്കണമേ. കർത്താവേ, ലഘുവും പകരവുമായ നിന്റെ ശുശ്രൂഷ എന്ന ദുഃഖം സന്തോഷത്തോടെ വഹിക്കുന്നതിനായി തിരുവുമ്പാ തലവെച്ച് നിനക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കുറ്റരഹിതമായ സുഹൃത ജീവിതത്താലും നിന്നോടുള്ള പൂർണ്ണ സ്നേഹത്താലും ഇവരെ അനുഗ്രഹിക്കണമേ. നിന്റെ ദീർഘദർശിമായ പരിജ്ഞാനത്തിലും വിശുദ്ധീകന്മാരുടെ വിശുദ്ധിക്കും സഹദേവമായ ധൈര്യത്തിന് ഇവരെ കൂട്ടവകാശനാകെ തീർക്കണമേ. ഇപ്രകാരം പോലെ സുഹൃത്തുക്കളാൽ നിറയുകയും നിന്റെ വിശുദ്ധന്മാർക്ക് സദർശനായി തിരികെയും ചെയ്യണമേ. സാധാരണ ഗണിയിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ നിന്റെ പ്രകാശമാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വർഗീയാകണമേ. നിന്റെ കൽപ്പന ആചരിക്കുവാൻ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പിന്നണിയിൽ നടപ്പാനും നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സർവാധിപതിയും സർവശക്തനുമായ ദൈവമായ കർത്താവേ, എന്റെ ബലഹീനമായ കൈ തിരുനാമത്തിൽ ഈ ദാസനെ വയ്ക്കുന്നു. നിന്റെ അദൃശ്യമായ വലതുകൈ ഇവന്റെ മേൽ ആവസിപ്പിക്കുമാറാവണമേ. ഇവനിൽ നിന്ന് ശക്തി പ്രാപിച്ച് വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യനായി തീരണമേ. നിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ അവന്റെ കാലുകളെയും നിന്റെ പുസ്തകങ്ങളെ തൊടുവാനും എന്റെ കൈകളെയും നിന്റെ ജീവവചനങ്ങളെ വായിപ്പാനും എന്റെ നാവുകളെയും വചനങ്ങളെയും നിന്റെ പുകഴ്ചകളെ വർണ്ണിപ്പാനും എന്റെ വായെയും നിന്റെ വിസ്മരണീയ കാഴ്ചകളെ കാണുവാനും എന്റെ കണ്ണുകളെയും നിന്റെ മാലാഖമാരുടെ സ്തോത്ര ശബ്ദങ്ങളെ കേൾക്കുവാനും എന്റെ ചെവികളെ ഒരുക്കണമേ. വിനയത്തോടും വിശുദ്ധിയോടും കൂടി നിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത് നിന്നെ പ്രസാദിപ്പിച്ച് നിന്നിൽ നിന്ന് നല്ല പ്രതിഫലം പ്രാപിക്കുമാറാകണമേ. ജീവനുള്ള ദൈവത്തിന്റെ ബഹുമാനത്തിനും പ്രാഭവത്തിനും വേണ്ടി വിശുദ്ധ മദ്വഹാരെ ശുശ്രൂഷിക്കാൻ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ജോസഫ് വാഴ്ത്തപ്പെട്ട വേർതിരിക്കപ്പെട്ട മുദ്രകുത്തപ്പെടുന്നു. സർവാധിപതിയും സർവശക്തനുമായ ദൈവമായ കർത്താവേ, എന്റെ ബലഹീനമായ ഈ തിരുനാമത്തിൽ ഈ ദാസന്റെ മേൽ വയ്ക്കുന്നു. നിന്റെ അദൃശ്യമായ വലതുകരം എന്റെ മേൽ ആവസിക്കണമേ. ഇവൻ നിന്നിൽ നിന്ന് ശക്തി പ്രാപിച്ച് വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യനായി തീരണമേ. നിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനും എന്റെ കാലുകളെയും നിന്റെ പുസ്തകങ്ങളെ തൊടുവാനും